നമസ്കാരം. ഈ തയ്യൽ എന്ന് പറയുന്നത് ഒരു കലയാണ്. നമ്മുടെ ശരീരത്തിൻ്റെ അളവൊക്കെ അനുസരിച്ച് പലപ്പോഴും നമുക്ക് റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ അനുയോജ്യമാകാതെ വരുമ്പോൾ അത് കറക്റ്റായി ചെയ്തു തരുന്ന ഏറെ പ്രശസ്തമായ ഒരു സ്ഥാപനത്തെയാണ് ലൈവ് ടി വിയുടെ എൻ്റയർ മീഡിയ ടീം ഇന്ന് ചോയ്സ് ഓഫ് കേരള എന്ന പ്രോഗ്രാമിലൂടെ പരിചയപ്പെടുത്തുന്നത്. ഒരുപാട് സ്റ്റാഫുകളൊക്കെ ഉണ്ട്. തയ്യൽ ഞാനും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സ്ഥാപനത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞില്ല. നമ്മുടെ കോട്ടയം മുട്ടുചിറയിലുള്ള റാടെക്സ് ഫാഷൻസ് നമ്മുടെ സ്കൂൾ യൂണിഫോമുകൾ, അതുപോലെ ഹോസ്പിറ്റൽ യൂണിഫോമുകൾ, സെക്യൂരിറ്റി യൂണിഫോമുകൾ എന്ന് വേണ്ട എല്ലാത്തരം സ്റ്റിച്ചിങ്ങുകളും വളരെ മനോഹരമായി ചെയ്തു തരുന്ന ഈ സ്ഥാപനത്തെ നമുക്കൊന്ന് മനസ്സിലാക്കാം. കമാൺ. അപ്പോൾ നമ്മളെ മുട്ടുചിറയിലുള്ള റാടെക്സ് ഫാഷൻ അതിൻ്റെ MD പ്രിയപ്പെട്ട ദീപക് ഏട്ടനാണ്. നമസ്കാരമുണ്ട്. നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. എനിക്ക് ശരിക്കുണ്ടല്ലോ ഈ സ്റ്റിച്ചിങ് എന്ന് പറയുന്നൊരു വലിയൊരു ലോകമാണ് അല്ലേ? അതെ അതെ. നമുക്ക് റെഡിമെയ്ഡ് ഡ്രസ്സുകളൊന്നും എനിക്ക് പലപ്പോഴും പറ്റാതെ വരും. അതെ അതെ. അപ്പം നമുക്ക് സ്റ്റിച്ചിങ് യൂണിറ്റിനാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെ പ്രോസസ്സുകളാണ് ഇവിടെ നടക്കുന്നത്? നമ്മൾ പ്രോസസ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം തുണി ഓർഡർ ചെയ്യുന്നു. ആ തുണി ഇങ്ങോട്ട് വരുന്നു. ആ തുണീൻ്റെ ഇതേപോലത്തെ കെട്ടുകളായിരിക്കും തുണി വരുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതുപോലെ അഴിച്ചിട്ട് ഈ ഒരു ഫുൾ ടേബിളാണ് കട്ടിംഗ് ടേബിൾ എന്ന് പറയുന്നത്. ഓ ശരി, ഇങ്ങനെ. അതെ. അപ്പോൾ ഈ കട്ടിംഗ് ടേബിളിൽ ഈ തുണി നമുക്ക് ബൾക്ക് ഓർഡറൊക്കെ വരുമ്പോൾ നമ്മൾ ഈ ലേ പോലെ അങ്ങ് ഇടുകയാണ്. അതിൻ്റെ ഒന്നിൻ്റെ പുറത്തൊന്നിട്ട് ഒരു ലേ ആക്കിയതിന് ശേഷം ഇതൊക്കെ പാറ്റേൺ ആണ്. അപ്പോൾ ഈ അതെ തന്നെ, അച്ച് തന്നെ. അപ്പം നമ്മുടെ തുണിയുടെ അച്ചാണ് ആ ഇരിക്കുന്നതെല്ലാം. അപ്പോൾ അതിനെ ഇങ്ങോട്ട് വിരിച്ച് മാർക്കിംഗ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. മാർക്ക് ചെയ്ത് നമ്മൾ അതനുസരിച്ചിട്ട് കട്ട് ചെയ്യാൻ വേണ്ടി അത് മെഷീൻ ഉപയോഗിച്ചത്. നമ്മളെ മെഷീൻ ഇപ്പോൾ തൽക്കാലം മെഷീനാണ് ഉപയോഗിക്കുന്നത് കട്ട് ചെയ്യാൻ. ഈ കട്ട് ചെയ്ത ഐറ്റംസിനെല്ലാം നമ്മളൊരു നമ്പർ ഇട്ട് കൈ ഏതാണ്, സ്ലീവ് ഏതാണ്, ഫ്രണ്ട് ഏതാണ്, ബാക്ക് ഏതാണ്, കോളർ ഏതാണ്, പോക്കറ്റ് ഏതാണ്, ഇതിനൊക്കെ നമ്പർ ഇട്ടിട്ടാണ് ഇത് ഇവിടുന്ന് ഈ ഇപ്പുറത്തെ ഭാഗത്തേക്ക് പോകണം. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ സെക്ഷൻ അല്ലേ? അതെ. അതായത് നമ്മുടെ രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് സ്റ്റിച്ചിങ് ആണ്. കാണുന്ന പോലെ ഇവിടെ എല്ലാവരും ടൈലേഴ്സ് ഇരിപ്പുണ്ട്. അവരെല്ലാവരും ഓരോ പാർട്ടായിട്ട് തുന്നുകയാണ്. ആ ഈ പാർട്ടായിട്ട് തുന്നുമ്പോഴാണ് ക്വാളിറ്റി പുറത്തേക്ക് വരിക. അതിനാണ് നമ്മൾ ലൈന് കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു യൂണിഫോമിൻ്റെ ഒരു ഷർട്ട് ഉദാഹരണം പറഞ്ഞാൽ ആ ഷർട്ട് അതിൻ്റെ പല ഭാഗങ്ങളായിട്ടാണ്. അതെ അതെ. ഇപ്പം ഇവിടെ ഇരിക്കുന്ന ആൾ പോക്കറ്റ് ആണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ആൾ കോളറായിരിക്കും, ഇവിടെ ഇരിക്കുന്ന ആൾ സ്ലീവ് ആയിരിക്കും, ഇവിടെ ഇരിക്കുന്ന ആൾ ഫ്രണ്ട് ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഓരോ ആ പർട്ടിക്കുലറായിട്ടുള്ള ഐറ്റത്തിൽ അവർ സ്പെഷ്യലൈസ്ഡ് ആയിരിക്കും. അടിച്ചടിച്ച് അവർ പെർഫെക്റ്റ് ആയി അതിനകത്ത്. അപ്പോൾ അവർക്ക് അത് കൊടുത്തു കഴിഞ്ഞാൽ അത് അവർ പെർഫെക്റ്റ് ആയിട്ട് കണ്ണും പൂട്ടി അടിച്ചിരിക്കും. ശരി. അപ്പോൾ ഇവിടെയാണ് പോക്കറ്റ് അടി നടക്കുന്നത്. അത് ശരി. അങ്ങനെ ഷർട്ടിൻ്റെ ഓരോരോ പാർട്സുകളാണ് നമ്മൾ പറഞ്ഞത്. പോക്കറ്റ് അടി, കോളർ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് ചായ വരുന്നതിൻ്റെ കുഴപ്പമില്ല, ഞങ്ങൾ കഴിച്ചോളാം കേട്ടോ. അപ്പോൾ സാറേ ഇത് മൂന്നാമത്തെ സെക്ഷനാണ് അല്ലേ? അതെ അതെ. അപ്പോൾ ഇവിടെ എന്താണ് നമ്മൾ നടക്കുന്നത്? ഇവിടെയാണ് നമ്മുടെ ട്രിമ്മിങ് നടക്കുന്നത്. ഈ ട്രിമ്മിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റിച്ചിങ് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഇതിനകത്ത് പലയിടത്തും നൂലുകളുണ്ടാവും. അപ്പോൾ ഈ നൂലുകൾ നമ്മുടെ ഇവിടുത്തെ സ്റ്റാഫുകൾ കൂടിയിട്ട് ആ നൂലുകൾ ഓരോന്നായിട്ട് എടുത്തിട്ട് നല്ല വൃത്തിക്ക് ഫിനിഷ് ചെയ്ത് കിട്ടും. ഒരുപാട് പ്രോസസ്സ് കഴിഞ്ഞാണ് നമ്മൾ ഇവിടെ നമ്മളെ ട്രിമ്മിങ് ആണ് നടക്കുന്നത് അല്ലേ? ചേച്ചിമാരൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ട്രിമ്മിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഫിനിഷിംഗ് എന്ന് പറയും. ശരി. അതെന്ന് വെച്ചാൽ അയണിങ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. ഓക്കെ. ചായ കുടിച്ചുകൊണ്ട് ഞങ്ങൾ അയണിങ് സെക്ഷനിലേക്ക് പോകുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ഫിനിഷിംഗ് ഘട്ടത്തിലേക്ക് വന്നിരിക്കുകയാണ്. അതായത് അവസാന സ്റ്റേജ്. ഇവിടെയാണ് ഈ അയൺ ചെയ്യുന്നത്. അയൺ ചെയ്ത് മടക്കി ഫോൾഡ് ചെയ്ത് നമ്മൾ ഇതേപോലത്തെ കാർട്ടൺ ബോക്സിൽ പാക്ക് ചെയ്ത് പിന്നെ കസ്റ്റമറിലേക്ക് എത്തിക്കുകയാണ്. ഇതാണ് നമ്മുടെ പ്രോസസ്സ്. അതാണ് നമ്മുടെ പ്രോസസ്സ്. ഇനി ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി എനിക്കറിയാനുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ സ്റ്റിച്ചിങ്ങിൻ്റെ പല പ്രോസസ്സുകൾ കണ്ടു കഴിഞ്ഞു. എന്തൊക്കെ ഐറ്റംസാണ് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്യുന്നത്?
നമ്മളെല്ലാത്തരം യൂണിഫോമുകളും ഇവിടെ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. അതായത് കോളേജ് യൂണിഫോംസ്, കോളേജിനകത്ത് നമുക്ക് വെറൈറ്റി ഓഫ് ഷർട്ട്, പാൻറ്, ബ്ലേസർ. ഓരോ സ്കൂളിലും കോളേജിനും വ്യത്യസ്തമായിരിക്കും. അവരുടെ ലോഗോ പതിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. എംബ്രോയ്ഡറി ചെയ്ത് കൊടുക്കാം, നമുക്ക് ഹീറ്റ് പ്രിൻ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ അവരുടെ കസ്റ്റമറിൻ്റെ എന്താണോ താല്പര്യം ആ താല്പര്യം രീതിയാണ് നമ്മളിവിടെ തയ്ച്ചു കൊടുക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ വെറൈറ്റി ഓഫ് ഐറ്റംസ് കാണാം. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൗസ് കീപ്പിങ്ങിനൊക്കെ ഉപയോഗിക്കാം. ഹൗസ് കീപ്പിംഗ് ഹരിതകർമ്മസേന ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഇത് ഡിസൈൻ വേറെയാണ്. ഇത് കുറച്ചും കൂടെ ഒരു മോഡൽ രീതിയിൽ ആക്കിയെടുത്തേ ഉള്ളൂ. ഇത് നമ്മളെ സൂപ്പർവൈസറൊക്കെ ഇപ്പോൾ ഉള്ള അവർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതാണ്. സൂപ്പർവൈസേഴ്സ് അവർക്ക് യൂണിഫോമിനായി. ഇതൊക്കെ നഴ്സിംഗിന്റെ അതെ, നഴ്സിംഗ്, സ്കൂൾ യൂണിഫോം വൈറ്റിൽ വരുന്നത്. ഇതിപ്പം അങ്ങനെയാണ്. ഇതെല്ലാം സ്കൂൾ യൂണിഫോം. അതെ, വെറൈറ്റി ആയിട്ടുള്ള സ്കൂൾ യൂണിഫോമുകളൊക്കെ. വെറൈറ്റി ഓഫ് യൂണിഫോംസ്. അതെ, സ്കൂളുകളിലും കോളേജിലും ഒക്കെ കുട്ടികളുമൊക്കെ വെറൈറ്റി ആയിട്ടുള്ള സ്കൂൾ യൂണിഫോമുകൾ തയ്ക്കുന്നത് എവിടെ എന്ന ചോദ്യം വരുമ്പോൾ നേരെ നിങ്ങൾ ടാറ്റാക്സിലേക്ക് പോരുക. അവിടെ എല്ലാം റെഡിയാണ്. വെറൈറ്റി മോഡൽസാണ് അവർ തയ്ച്ചു തരുന്നത്. അതെ, നമ്മൾ കസ്റ്റമറുടെ ഡിസൈനും എടുക്കുന്നുണ്ട്. ഈവൻ നമ്മൾ സജഷൻസ് തരുന്നുണ്ട്. ഇപ്പം ഒരു സ്കൂളിൻ്റെ ഫുൾ യൂണിഫോം മാറ്റണം, അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ അടുത്ത് വരും. ഞങ്ങൾ പല ഡിസൈനുകൾ കാണിച്ചു തരാം. അതിൽ നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് ഏതാണെന്ന് വെച്ചാൽ ചൂസ് ചെയ്ത് നമ്മൾ അടിച്ചു തരാം. നല്ല ക്വാളിറ്റിയിൽ, മിതമായ റേറ്റിൽ. അതെ, അതാണ് നമ്മുടെ പരസ്യവാചകം. നമ്മൾ ഓൺലൈനിലാണോ ഓർഡറുകളൊക്കെ സ്വീകരിക്കുന്നത്? ഓൺലൈനിലും സ്വീകരിക്കാറുണ്ടോ? ഓൺലൈനിലും സ്വീകരിക്കാറുണ്ട്. പക്ഷെ നമുക്കിപ്പോൾ തൽക്കാലം വെബ്സൈറ്റ് ഇല്ല. പക്ഷെ നമ്മൾ ഇന്ത്യ മാർട്ടിലുണ്ട്. ഇന്ത്യ മാർട്ടിൽ നിങ്ങൾ കയറിയാൽ നമ്മളെ ഇതുണ്ട്. പിന്നെ ഗൂഗിളിൽ നമ്മൾ എവിടെ സെർച്ച് ചെയ്താലും നിങ്ങൾക്ക് ഇവിടെ കറക്റ്റായിട്ട് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ സംവിധാനങ്ങളുണ്ട്. ഓൺലൈൻ ഓർഡർ ഇല്ല, പക്ഷെ ഓൺലൈനിൽ നമ്മൾ അവൈലബിൾ ആണ്. നമ്പർ എടുക്കുക, വിളിക്കുക, പിന്നെ ലൊക്കേഷന് വേണ്ടിയിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക, റാഡക്സ് ഫാഷൻ. അതുപോലെ നമ്മൾ ഗൾഫിലൊക്കെ ഉപയോഗിക്കുന്ന, ഞാൻ കുറച്ചാലൊക്കെ ഗൾഫിൽ ജോലി ചെയ്തതാണ്. അപ്പം ഗൾഫിലൊക്കെ ഉപയോഗിക്കുന്ന മനോഹരമായ യൂണിഫോമുകളുണ്ട്. അതെ, ഞങ്ങൾക്ക് എക്സ്പോർട്ട് ഉണ്ട്. ഞങ്ങൾ എല്ലായിടത്തേക്കും എക്സ്പോർട്ട് ചെയ്തു തരും. ഇപ്പം നമ്മളുടെ ഈ ഏരിയയിലാണെങ്കിൽ അധികവും NRIs ആണ്. അപ്പോൾ അവർക്ക് വേണ്ട ലേഡീസ് ഐറ്റംസ് ആയാലും ജെൻസ് ഐറ്റംസ് ആയാലും നമ്മളും ചെയ്തു തരുന്നുണ്ട്. പിന്നെ ലേഡീസിൻ്റെ വെറൈറ്റി ഐറ്റംസ് നമ്മുടെ സിസ്റ്റർ സ്ഥാപനമായ ദീപ്സ് ബുട്ടീക്സിൽ ചെയ്തു വരുന്നുണ്ട്. NRIസിന് അത് വളരെ ഉപകാരപ്പെടും. മോസ്റ്റ്ലി NRIs എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർ വന്നു കഴിഞ്ഞാൽ ഇവിടെ നല്ല ബുട്ടീക്ക് അന്വേഷിച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ അതിന് നമ്മുടെ സിസ്റ്റർ കൺസേൺ ദീപ്സ് ഉണ്ട്. പിന്നെ ഇതൊക്കെ ഞങ്ങൾ എക്സ്പോർട്ട് ചെയ്ത ഓർഡേഴ്സാണ്. ഇതിന് FR എന്ന് പറയും, അതായത് ഫയർ റിട്ടാർഡൻറ്റ് ഫാബ്രിക്കാണിത്. ഇതൊരു വെറൈറ്റി ഐറ്റമാണ്. ബൾക്കായിട്ട് നമുക്ക് പുറത്തുനിന്ന് ഓർഡർ വരും. അത് നമ്മളിവിടെ അടിച്ച് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ ലേബേഴ്സ് പെട്ടെന്ന് കാണാൻ വേണ്ടി, വിസിബിലിറ്റിക്ക് വേണ്ടിയിട്ട്. അതെ അതെ, അതാണ് ഈ റിഫ്ലക്റ്റീവ്സ് ഒക്കെ വരുന്നത്. പിന്നെ ഇത് കവറോളാണ്, മെയിൻലി ഡാംഗ്രി എന്ന് പറയും. അതെ അതെ. അപ്പം ഇതും നമ്മൾ കറക്റ്റ്. അപ്പം അതാണ് ഈ സാധനം. ഇത് ഷർട്ട്, ഇത് അതിൻ്റെ പാൻറ്. ഇതും യൂണിഫോമിൽ പെടുന്നതാണ്. ഇത് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ വെറൈറ്റി ഓഫ് യൂണിഫോംസ് ഉണ്ട്. ഇതും ഒരു വെറൈറ്റി ഓഫ് യൂണിഫോമാണ്. ഓക്കെ, ഓരോ ഇത് ഉർബേസർ എന്ന് പറഞ്ഞ ഒരു വലിയ കമ്പനിയാണ്, മൾട്ടിനാഷണൽ കമ്പനിയാണ്. അവരുടെ ഓർഡർ വരെ നമ്മൾ ചെയ്യുന്നുണ്ട്. അതായത് അവർക്ക് ലോകം മുഴുക്കുള്ളതാണ്. ഇവിടെ ചെന്നൈയിലും അവർ വർക്ക് ചെയ്യുന്നത് ആണല്ലേ. ചെന്നൈയിൽ 25,000 എംപ്ലോയീസ് ആണുള്ളത്. അവരുടെ യൂണിഫോം വരെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാം സംഭവങ്ങൾ അടിപൊളിയാണ്. അതെ അതെ. അപ്പോൾ എന്തായാലും വളരെ വിശദമായ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അപ്പോൾ തയ്യൽ എന്ന് പറയുന്നത് മനോഹരമായ ഒരു കലയാണെന്ന് താങ്കൾ അത് കാണിച്ചു തരികയാണ്. അപ്പം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കണ്ടില്ലേ, വെറൈറ്റി പുതുമകളുള്ള ഡിസൈനുകളും കാര്യങ്ങളുമൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തരുന്ന റാഡക്സ് ഫാഷൻ ശരിക്കും നമുക്കൊരു റൈറ്റ് ചോയ്സ് തന്നെയാണ്. നിരവധി മോഡലുകളിലാണ് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് തരുന്ന. ക്വാളിറ്റി, അതാണ് ഒരു മുഖമുദ്ര. അപ്പോൾ തയ്യൽ ആവശ്യമുള്ളവർ തീർച്ചയായും ഇന്ന് തന്നെ മുട്ടുചിറയിലുള്ള റാഡക്സ് ഫാഷനെ കോൺടാക്ട് ചെയ്യുക. പ്രിയപ്പെട്ട ദീപക്കേട്ടനും ക്യാമറാമാൻ റിജോയ് പറവൂറിനും എൻ്റെ മീഡിയ ടീമിനും ഒപ്പം നിരവധി വെറൈറ്റി യൂണിഫോമുകളുമായി സൈനിങ് ഓഫ്. ഷിയാദ് ചങ്ങനാശ്ശേരി. നമസ്കാരം.